ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. നുണക്കുടിക്ക് ശേഷം ബേസലിന്റെ അടുത്തതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഈ വർഷം 2 സിനിമകളാണ്. അതിലൊന്ന് കപ്പ് എന്ന സിനിമയാണ്. ബേസൽ, മാത്യു തോമസ്, നമിത പ്രമോദ് തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമ ഈ മാസം സെപ്റ്റംബർ 27 തിയേറ്ററുകളിലേക്ക് എത്തുന്നു. മറ്റൊരു സിനിമ പൊന്മാൻ എന്ന സിനിമയാണ്. ബേസൽ ജോസഫ്, ലിജോ മോൾ, സച്ചിൻ ഗോപു തുടങ്ങിയവർ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ പോസ്റ്ററുകൾ റിലീസായിരിക്കുകയാണ്. അടുത്ത 2 മാസങ്ങൾക്കുള്ളിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. കൂടുതൽ അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. മിന്നൽ മുരളി, RDX തുടങ്ങിയ വിജയ സിനിമകൾക്ക് ശേഷം സിനിമാറ്റിക് യൂണിവേഴ്സുമായിട്ട് എത്തുകയാണല്ലോ സോഫിയ പോളിന്റെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റർ. ഇന്നലെ ധ്യാൻ ശ്രീനിവാസൻ നായകനെത്തുന്ന ഏറ്റവും പുതിയ സിനിമയുടെ പ്രഖ്യാപനം, ഒപ്പം തന്നെ 3 മിനിറ്റ് ദൈർഘ്യമുള്ള ടൈറ്റിൽ പ്രൊമോ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ മികച്ചതായിട്ട് നിൽക്കുന്നു. ചിത്രം അടുത്ത വർഷം മെയ് മാസം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കാം. ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമകളിൽ ഒന്നിന്റെ ട്രെയിലർ ഇന്ന് റിലീസായിരിക്കുകയാണ്. ബാഡ് ബോയ്സ് എന്നാണ് റഹ്മാൻ നായകനെത്തുന്ന ഒമർ ലുലു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പേര്. അത്യാവശ്യം താരനിര ഭാഗമായ ബാഡ് ബോയ്സിന്റെ ട്രെയിലർ എല്ലാം തന്നെ നല്ല റിച്ച് ആണ് എന്ന് ട്രെയിലർ കാണുമ്പോൾ വ്യക്തമാണ്. എങ്കിൽ പോലും സിനിമ എത്രത്തോളം മികച്ചതാണ് എന്ന് ആദ്യ ദിവസം മാത്രമേ ഉറപ്പിക്കാനായിട്ട് കഴിയുകയുള്ളൂ. കിഷ്കിന്റെ കാണ്ഡം എന്ന സിനിമ ആസിഫ് അലി നായകനെത്തുന്ന ഓണം റിലീസിനൊരുങ്ങുന്ന സിനിമയാണ്. ചിത്രം സെൻസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 12 അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് ലഭ്യമായിരിക്കുകയാണ്. ആസിഫ്, അപർണ ബാലമുരളി, ജഗദീഷ്, വിജയരാഘവൻ തുടങ്ങിയവർ അഭിനയിക്കുന്ന ജോബി ജോർജ് നിർമ്മിക്കുന്ന സിനിമയ്ക്ക് 2 മണിക്കൂർ 3 മിനിറ്റാണ് ദൈർഘ്യം. പ്രണവിനെ നായകനാക്കി മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിച്ച തെലുഗു ഭാഷയിൽ വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ദേവര എന്ന സിനിമയുടെ സംവിധായകൻ കൂടിയായ കൊരട്ടല ശിവ സംവിധാനം ചെയ്യാനിരിക്കുന്നത്. തെലുഗു മീഡിയാസ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ തെലുഗു സിനിമയ്ക്ക് DSP അതല്ലെങ്കിൽ അനിരുദ്ധ സംഗീതം നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കാം. ബ്ലഡി ബെഗർ കവിൻ നായകനെത്തുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ടൈറ്റിലെല്ലാം തന്നെ വന്നിരിക്കുകയാണ്. ഒക്ടോബർ മാസം ദീപാവലി റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. മാധവൻ നായകനെത്തുന്ന മീര ജാസ്മിൻ നായികവേഷത്തിലെത്തുന്ന സിനിമയുടെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് റിലീസ് തീയതി അപ്ഡേറ്റ് എല്ലാം തന്നെ വന്നിരിക്കുകയാണ്. സ്വാഗ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ഒക്ടോബർ 4 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. ഈ സെപ്റ്റംബർ അതല്ലെങ്കിൽ ഒക്ടോബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷ മമ്മൂട്ടി സിനിമയാണല്ലോ ബസൂക്ക. എന്നാൽ സിനിമയുടെ റിലീസ് ഇനിയും വൈകുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്. ഈ വർഷം അവസാനം ഡിസംബർ മാസം അതല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് നിലവിൽ അണിയറ പ്രവർത്തകരുടെ പ്ലാൻ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ വർക്കുകൾ ഇനിയും പൂർത്തിയാകാനായിട്ടുണ്ട് എന്നതാണ് കാരണം. ഇതോടൊപ്പം ഷൂട്ടിങ്ങും ബാക്കിയുണ്ട് എന്ന അൺഒഫീഷ്യൽ റിപ്പോർട്ടുണ്ട്. ഈ വരുന്ന ജന്മദിനത്തിൽ അടുത്ത ബസൂക്ക അപ്ഡേറ്റ് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾക്ക്.